ഇപ്പോഴത്തെ സർക്കാർ ഈ പുരുഷന്മാരുടെ റൈറ്റ്സിന് അല്ലെങ്കിൽ അവർക്കൊരു പരിഗണന കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പുല്ല് വിലയാണ് കൊടുക്കുന്നത് പുരുഷന്മാർക്ക്. അങ്ങനെയല്ല പറയാറുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീപക്ഷം നിന്നാൽ മാത്രമേ അവർക്കൊരു മൈലേജ് ഉള്ളൂ എന്നുള്ളതാണ്. അതാണ് അവർ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം എപ്പോഴും ഈ എൽദോസ് നമ്മുടെ MLA അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ് നമ്മളൊരു സാധനം പ്രിൻ്റ് ചെയ്ത് നിയമസഭയിൽ അവതരിപ്പിക്കാനായിട്ട്, ഒരു ബില്ലായിട്ട് അവതരിപ്പിക്കാനായിട്ട് രാഹുൽ ഈശ്വറിൻ്റെ ഒക്കെ ഒരു എഫേർട്ടിൻ്റെ പ്രകാരം മിഷൻ മെൻസ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളാണ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ഒരു തലമുത്ത നേതാവ് അതിനെതിരെ നിന്നു. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സ്ത്രീ പക്ഷത്തിന് എതിരായി പോകും, അത് നമ്മളെ രാഷ്ട്രീയത്തെ ബാധിക്കും. അതുതന്നെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ചെയ്യുന്നത്. എല്ലാവർക്കും സ്ത്രീകളുടെ വോട്ട് വേണം. ഇപ്പോൾ നമ്മളത് മിഷൻ മെൻസ് കമ്മീഷൻ ബില്ല് കേരള നിയമസഭ പാസ്സാക്കി എന്ന് പറയുമ്പോൾ നിയമസഭ പുരുഷന്മാരോടൊപ്പം എന്നുള്ള ചിന്ത വരും. അപ്പോൾ കുറേ സ്ത്രീകൾ അവർക്കെതിരാവും എന്നുള്ള പൊളിറ്റിക്കൽ അജൻഡാസ് ഉണ്ട്.